ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഡെസ്റോസ് ഐലാൻഡ് കാണിക്കും. ആ ഐലാൻഡ് ആണെങ്കിൽ ഇപ്പൊ മൊത്തത്തിൽ തകർന്ന് കിടക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സൂം ചെയ്താ ഇപ്പൊ ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് സാക്ഷാൽ ബെലമി അവൻ കടന്നു വരും. ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ അവനെ കണ്ട് ഭയങ്കര അത്ഭുതം. ബെലമി, നീ ഇപ്പോഴും ജീവനോട് കൂടെ ഉണ്ടോ? ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്തു. അതിനവൻ ദേഷ്യപ്പെട്ട് പല്ല് കടിച്ച് ഡോഫ്ലമിംഗോയോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഡെലിഞ്ചറിനോട് എന്നെ കൊല്ലാനായിട്ട് പറഞ്ഞേ? സത്യത്തിൽ നിങ്ങൾ തന്നെയാണോ അവനെ പറഞ്ഞയച്ചത്? ഡോഫ്ലമിംഗോ ആണെങ്കിൽ അത് കേട്ടൊരു വമ്പൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുക്കും. അയ്യോ ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷെ ഡോഫ്ലമിംഗോയുടെ ചിരിയും സംസാരവും കേൾക്കുമ്പോൾ അവന് കാര്യം മനസ്സിലാവും. അതിന് ഡോഫ്ലമിംഗോ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അവനോട് പറയും, എനിക്കറിയാം നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന്. ഞാനും നീയും ഡിഫറെന്റ് ആണ്. നമ്മുടെ രണ്ടുപേരുടെയും വഴിയും ഡിഫറെന്റ് ആണ്. നീ ഒരു വലിയ പൈലറ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ഞാൻ ഈ ലോകത്തെ എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ലോകം മുഴുവൻ എനിക്ക് നശിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ലെവൽ നമ്പർ 2 കാണിക്കും. അവിടെ ഡോഫ്ലമിംഗോയുടെ വില്ലന്മാരും ആ പാലസിൽ ഫൈറ്റ് ചെയ്ത ടീമും ആ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടമാണ്. അവരുടെ ഒരേ ഒരു ലക്ഷ്യം ഡോഫ്ലമിംഗോയെ തകർക്കുക, ലൂഫിയോട് നന്ദി കാണിക്കുക. അപ്പാ ഡെലിഞ്ചർ അവനാണെങ്കിൽ സുലൈമാനെ വെല്ലുവിളിച്ച് ചുറ്റും ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. സുലൈമാൻ പൈലറ്റ് ആളുടെ സ്ക്വാഡൊക്കെ കയ്യിൽ വെച്ച്, ഡെലിഞ്ചർ എത്ര തവണ എന്നെ റൗണ്ട് ചെയ്ത് കറങ്ങിയാലും രക്ഷപ്പെട്ടു ഓടാൻ ശ്രമിച്ചാലും ഇനി നിനക്ക് രക്ഷയില്ല. സുലൈമാനാണെങ്കിൽ അവന്റെ വാലെടുത്ത് ആഞ്ഞു വെട്ടാൻ ശ്രമിക്കും. പക്ഷെ ഡെലിഞ്ചർ അവന്റെ തലയിലെ 2 കൊമ്പുകൾ അത് സുലൈമാന്റെ വയറ്റില് അങ്ങനെ കുത്തി ഇറക്കാണ്. ഓൺ ദ സ്പോട്ട് സുലൈമാൻ കാറ്റുപോയി അവൻ താഴേക്ക് വീഴുകയാണ്. വാവ്, നീ ഇത്രയും സിമ്പിൾ ആയിരുന്നോ? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ അടുത്ത ആളെ തേടി പോവാന്ന് പറഞ്ഞ് ഡെലിഞ്ചർ ആണെങ്കിൽ അവിടുന്ന് ദൂരേക്ക് പോകും. അതേസമയം ഇവിടെ താടിക്കാരൻ അപ്പാപ്പനും ബാക്കിയുള്ളവരും അവർ ചുറ്റും നോക്കും. ഒരുപാട് വില്ലന്മാര് അറ്റാക്ക് ചെയ്യാനായിട്ട് നിർത്താതെ ഓടി വരികയാണ്. അപ്പാപ്പൻ പറയും, ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും വേഗം ലൂഫിയെ സഹായിക്കാൻ ആ ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞ് മുൻപിൽ കണ്ട വില്ലന്മാരെ അട്ടിച്ച് തൂഫാനാക്കി ആളുടെ 2 കാലും കൈയൊക്കെ ഉപയോഗിച്ച് ആ മലയിൽ അങ്ങനെ അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങും. ആടിക്കാരൻ അപ്പാപ്പനാണെങ്കിൽ അല്പനേരം മുൻപോട്ടേക്ക് കയറുമ്പോഴേക്കും ഉരുണ്ട എന്തോ ഒരു സാധനം കയ്യിൽ തടയും. ഉടനെ ആ ഗ്ലാഡിയസ് അവൻ ദേഷ്യപ്പെട്ട് പറയും, അതെന്റെ സ്ഥലമാണ്, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അതങ്ങനെ പൊട്ടിത്തെറിപ്പിക്കുകയാണ്. ഒരു വലിയ പൊട്ടിത്തെറിയില് ഇപ്പൊ അപ്പാപ്പൻ ആളങ്ങനെ തെറിച്ചടിച്ച് ദൂരേക്ക് പോകും. ഉടനെ ആ ജയന്റ് ആണെങ്കിൽ താടിക്കാരൻ അപ്പാപ്പന്റെ അസിസ്റ്റന്റിന്റെ മുകളിലേക്ക് എടുത്തു ചാടും. മറ്റൊരു ഭാഗത്ത് ലാവോജി ആളാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഓരോരുത്തരായിട്ട് അടിച്ച് താഴെ ഇടുകയാണ്. കപ്പട മീശക്കാരനാണെങ്കിൽ ആ ബേബി ഫൈ ലക്ഷ്യമാക്കും. ഒരു പെണ്ണായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് തോൽപ്പിക്കാം എന്നായിരിക്കും അവന്റെ ചിന്ത. പക്ഷെ അവളുടെ പവർ അതിനു മുൻപിൽ അവൻ മുട്ടുമടക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഒരു ലേഡി ഒരു കുഞ്ഞുമായിട്ട് ഓടുകയാണ്. ഒരുത്തനാണെങ്കിൽ അവൾ അങ്ങനെ ഗണ്ണ് വെച്ച് പോയിന്റ് ചെയ്യും. അവൻ ആ ലേഡിയോട് വിളിച്ചു പറയും, പ്ലീസ് എത്രയും വേഗം ഓടിപ്പോ, എന്നെ കൺട്രോൾ ചെയ്യുന്നത് അതാ ഡോഫ്ലമിംഗോ ആണ്, എന്റെ കൺട്രോള് അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ ഷൂട്ട് ചെയ്യുന്ന അടുത്ത നിമിഷം വേറൊരുത്തം വന്ന് ആ ഗണ്ണ് തട്ടി മാറ്റും. ബുള്ളറ്റ് ആണെങ്കിൽ അവന്റെ കയ്യിലൂടെ കടന്നു പോകും. പക്ഷെ എങ്കിലും അവനെ വിടാതെ എല്ലാവരെയും വിളിച്ചു വരുത്തി അവനെ ലോക്ക് ചെയ്ത് പിടിക്കും. ലോക്ക് ചെയ്യപ്പെട്ടവനാണെങ്കിൽ ഇപ്പൊ പൊട്ടിക്കരയാണ്. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, എന്റെ ഗതികേട് കൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്തത്. മറ്റൊരു ഭാഗത്ത് കിങ് ആണെങ്കിൽ ആളാകെ ദേഷ്യപ്പെട്ട് പല്ല് കടിക്കും. 10 വർഷങ്ങൾക്ക് മുൻപ് ആ ഡോഫ്ലമിംഗോ അവൻ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണേ. ഉസോപ്പ് ആണെങ്കിൽ കിങ്ങിനെ സമാധാനിപ്പിക്കും. ഒരു കാരണവശാലും അങ്ങ് പേടിക്കാനോ വിഷമിക്കാനോ പാടില്ല. ഞങ്ങളുടെ തലവൻ ലൂഫി അവൻ ഉള്ളിടത്തോളം കാലം അങ്ങയുടെ രാജ്യത്തിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറയും. അതേസമയം ആരൊക്കെയോ ഇപ്പൊ കിങ്ങിനെ എയിം ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് ആ കെട്ടിയിടപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേര് അവരാണെങ്കിൽ കുറ്റബോധത്താൽ പൊട്ടിക്കരയാണ്. ഇതിനാ ചോപ്പനാണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും. നമുക്കിനിയും ഇവിടെ സമാധാനത്തിൽ കഴിയണമെങ്കിൽ കിങ് റിക്കുവിനെയും ലോർഡ് ഉസോപ്പിനെയും അവർ രണ്ടുപേരെയും പിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ ഹോസ്റ്റേഴ്സ് ആയിട്ട് വെച്ച് ഫ്ലമിംഗോട് വിലവേശാന്ന് പറഞ്ഞ് ഇപ്പൊ അവർക്ക് നേരെ വരികയാണ്. ഉസോപ്പ് ആണെങ്കിൽ അവർ ദൂരത്ത് നിന്ന് വരുന്നത് കണ്ട് പേടിക്കാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ജങ്ക്യാർഡ് കാണിക്കും. അവിടെയാണെങ്കിൽ എല്ലാവരും ഇപ്പൊ നോർമലായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മുടെ സാമുറായി അവനാണെങ്കിൽ നിർത്താതെ അവന്റെ ഫ്രണ്ട് ക്യാൻസറോടെ പേര് അത് വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴാണെങ്കിൽ മുകളിലുള്ള ഒരു ദ്വാരത്തിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കും. അതിന് സാമുറായി ആരാണെങ്കിലും കുഴപ്പമില്ല, അവനെ എന്റെ കൈകൊണ്ട് ഞാൻ തകർക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ടെററായിട്ട് നിൽക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ സാഡ് ഫാക്ടറിയിൽ ഇപ്പോഴും ജോലികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യമായിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു ചെറിയ എർത്തുക്വിക്കല് ആ ലിറ്റിൽ പീപ്പിളിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ കണ്ടെയ്നർ അത് താഴേക്ക് വീഴും. അതിന് അവിടെ ഉണ്ടായിരുന്ന ഒരു സോൾജിയർ അവരെ അച്ചറം പൊച്ചറ അടിക്കുകയാണ്.
നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ താഴിട്ട് പൊട്ടിക്കും. അതിന് എത്രമാത്രം വാല്യൂ ഉള്ളതാണെന്ന് നിങ്ങൾക്കറിയോ? അതിനവർ പറയും, നീ അത് കണ്ടില്ലേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് താഴിട്ടതല്ല, ഒരു എർത്തിക്കൊക്കെ വന്നു ഞങ്ങളുടെ കൈവിട്ട് അത് താഴേക്ക് പോയതാണ്. ഞങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനി ജോലി ചെയ്യില്ല. അതിനവർ പറയും, നിങ്ങളുടെ പ്രിൻസസിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. ജോലി ചെയ്തിട്ടില്ല എങ്കിൽ അവൾക്ക് മെഡിസിനും ഭക്ഷണവും ഒന്നും കിട്ടാതെ അവൾ മരണപ്പെടും. അതിനവർ ടെൻഷനായിട്ട് പറയും, അയ്യോ വേണ്ട വേണ്ട, പ്രിൻസസിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാനും തയ്യാറാണ്. ഒരേ ഒരു വട്ടം ഞങ്ങൾ പ്രിൻസസിനെ ഒന്ന് കണ്ടോട്ടെ. പക്ഷേ സെക്യൂരിറ്റി ആണെങ്കിൽ അതിന് സമ്മതിക്കില്ല. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ബേസ് അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ തൂക്കിയെടുത്ത് ആ ഫാക്ടറിക്ക് നേരെ വരികയാണ്. അപ്പൊ ലിറ്റിൽ പീപ്പിൾ ആണെങ്കിൽ ആ ബേസ് പുറത്ത് വന്ന് നിൽക്കുന്നത് അത് കറക്റ്റായിട്ട് കാണുകയാണ്. ബേസ് ആണെങ്കിൽ അവർക്ക് മനസ്സിലാവാനായി അവരെല്ലാം ഒരുമിച്ച് നിന്ന് ഓരോ കാര്യങ്ങളായിട്ട് എഴുതി കാണിക്കും. ആ ഡോർ അൺലോക്ക് ആക്ക്, ഞങ്ങൾ അകത്തേക്ക് വന്ന് നിങ്ങളെ സേവ് ചെയ്യാം. പക്ഷെ സെക്യൂരിറ്റി ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവരെ പിടിച്ചു വലിച്ച് അച്ചരം പൊച്ചരം അടിക്കുകയാണ്. കമോൺ കമോൺ, സമയം കളയാനില്ല, എത്രയും വേഗം ആ സ്മൈൽ ഫ്രൂട്ട് അത് ക്രിയേറ്റ് ചെയ്യുക. അതിനാൽ ലിറ്റിൽ പീപ്പിള് ബേസ് എഴുതി കാണിച്ച കാര്യങ്ങൾ അത് മനസ്സിലാക്കി അതിനുവേണ്ടി തയ്യാറായിട്ട് നിൽക്കും. ബേസ് ആണെങ്കിൽ നിർത്താതെ ഓരോരോ സത്യങ്ങളും അങ്ങനെ എഴുതി കാണിക്കും. അവിടെ നമ്മുടെ പ്രിൻസസിനെ അവരൊന്നും ചെയ്തിട്ടില്ല, അവൾക്ക് യാതൊരു അസുഖവും ഇല്ല. മാത്രമല്ല ഡോഫ്ലമിംഗോ നിങ്ങളെയും നമ്മളെയും ഒക്കെ ചീറ്റ് ചെയ്ത് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ്. നമുക്കിനി ചെയ്യാൻ ഒന്നേ ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ, എല്ലാവരും ഗ്രൂപ്പായിട്ട് ഇവർക്ക് നേരെ ഫൈറ്റ് ചെയ്യണം. ആ സെക്യൂരിറ്റി ആണെങ്കിൽ ഇതൊന്നും അറിയാതെ അവരെ അടിക്കാനായിട്ട് വരും. ഉടനെ അവർ സംഘം ചേർന്ന് ഇപ്പൊ ആ സെക്യൂരിറ്റിയെ ഹാൻഡിൽ ചെയ്യാൻ തയ്യാറാവുകയാണ്. ഇത്രയും വർഷം ഇവർ നമ്മളെ പറ്റിക്കുകയായിരുന്നു, ഇനി ഇവര് നമ്മളെ ചീറ്റ് ചെയ്യാനായിട്ട് നിന്നു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് ഞൊടിയിടയിൽ അവനെ അടിച്ച് ഇടിച്ച് ഈഞ്ച പരുവാക്കും. മറ്റൊരു ഭാഗത്ത് ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസും നമ്മുടെ താടിക്കാരൻ അപ്പാപ്പനും ആ കൊളോസിയത്തിൽ ഫൈറ്റ് ചെയ്ത ബാക്കിയുള്ള ആളുകളും ആണെങ്കിൽ ഇപ്പോഴും നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പാപ്പനാണെങ്കിൽ തീരെ വയ്യ, അടി കിട്ടി എങ്ങനെയൊക്കെയോ ആളിപ്പോൾ എഴുന്നേറ്റ് വരാനായിട്ട് ശ്രമിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഡെലിഞ്ചർ അവനാണെങ്കിൽ നിർത്താതെ ഓരോരുത്തരെയും തല്ലി തല്ലി കൊല്ലും. ആ നീലത്തലയൻ അവൻ ആ കാഴ്ച കണ്ട് ഇപ്പൊ ഡെലിഞ്ചറിനെ തടയാണ്. ഡെലിഞ്ചർ ആണെങ്കിൽ അവനെ കളിയാക്കും. ആലസിൽ മത്സരിക്കാൻ വന്ന നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഒറ്റക്കെട്ടായോ? ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഫൈറ്റ് ചെയ്ത് നമ്മുടെ പവറൊക്കെ ഒന്ന് പരീക്ഷിക്കാന്ന് പറഞ്ഞ് അവൻ ഇട്ടിക്കാനായിട്ട് ചാടി ചാടി നിൽക്കും. ഇവിടെ ബേബി ഫൈയും ആ കപ്പട മീശക്കാരനും കിങ്ങും അവര് 3 പേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അപ്പോഴായിരിക്കും അതിന്റെ ഒത്ത നടുവിലേക്ക് കഥാനായകൻ സ്ട്രോഹാറ്റ് ലൂഫി അവനിപ്പോ ട്രഫാർഗർ ലോയോ ആയിട്ട് ഓടി വരിക. അപ്പൊ ചുന്ദരം പൈറട്ടാണെങ്കിൽ ആളുടെ കുതിരയായി ലൂഫിയുടെ മുൻപിലേക്ക് ബ്രേക്ക് ഇട്ട് നിൽക്കും. കമോൺ ലൂഫി, നീ തന്നെ വേണം ആ ഡോഫ്ലമിംഗോയെ കൊല്ലാൻ. അവന്റെ അസിസ്റ്റൻസിന് ഇത്രയും പവർ ആണെങ്കിൽ അവന്റെ പവർ അത് ഊഹിക്കാൻ കഴിയും. ഞങ്ങളല്ല അവന്റെ കഥ കഴിക്കേണ്ടത് നീയാണെന്ന് പറഞ്ഞ് ഇപ്പൊ ലൂഫിയെ കുതിരയുടെ മുകളിൽ കയറ്റുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവനുടനെ ചാടി ആ കുതിരയുടെ മുകളിലേക്ക് കയറും. ലൂഫിയുടെ തൊട്ട് പിന്നിലായിട്ട് സാക്ഷാൽ കൈറോസ് അവനിപ്പോ ഓടി വന്ന് ആ കുതിരയുടെ മുകളിലേക്ക് കയറും. ചുന്ദരം പൈറട്ടാണെങ്കിൽ ഷോക്കാവും. നീ എന്തിനാ കുതിരപ്പുറത്ത് കയറിയേ? അതിന് ലൂഫി തിരിഞ്ഞു നോക്കിയിട്ട് പറയും, വാഹു, ഇത് കൈറോസ് ആണ്, റബേക്കയുടെ പപ്പ. കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും മുകളിലേക്ക് പോവാം. റബേക്കയും മുകളിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അവരിപ്പോ മുകളിലേക്ക് പോവാണ്. കൈറോസ് പറയും, ആ ഡോഫ്ലമിംഗോയും ഡീമണ്ടേയും അവർ രണ്ടുപേരെയും എന്റെ കൈകൊണ്ട് എനിക്ക് വെട്ടിക്കൊല്ലണം. ആ ഡീമണ്ടയാണ് റബേക്കയുടെ അമ്മയെ കൊന്നത്. സോ അവനോട് കൈറോസിന് തീർത്താൽ തീരാത്ത പകയാണ്. മറ്റൊരു ഭാഗത്ത് പാലസിൽ ഫൈറ്റ് ചെയ്ത ആൾക്കാർ അവരാണെങ്കിൽ ഇപ്പൊ സ്മാർട്ടായിട്ട് ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസിനെ തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് പോകാനുള്ള വഴി അതിപ്പോ ക്ലിയർ ആയി കഴിഞ്ഞു. അങ്ങനെ അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ ടീമായി ഫൈറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.